ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനിയിൽ നമ്മൾ കറങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ബീച്ചും കുറച്ച് പള്ളികളും. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന പള്ളിയാണ് പുത്തംപള്ളി. അപ്പോൾ ഈ പള്ളിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ പോയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട്സ് പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും വാവത്തിയും ചാച്ചുവും കുഞ്ഞാനും ബാക്കിൽ നിന്ന് തമ്മെല്ലാം അതിന് എണിച്ച് വന്നതേ ഉള്ളൂ. ഞങ്ങൾക്കും മതിയായി ഫ്രണ്ട്സ് ആ ബാക്കിൽ ഇരുന്നിട്ട്. പിന്നെ അത് മാത്രമല്ല, കുറേ സാധനങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തിന്നാൻ, വെള്ളം, ചോറ് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എണിച്ച് തട്ടമൊക്കെ ഇട്ട് അവർ രണ്ടാളും എന്തൊക്കെ വാങ്ങുമ്പോട്ട് ആലോചിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനിതാ വാച്ചിൻ്റെ കൂടെ നടക്കുകയായിരുന്നു, കുഞ്ഞാനെ ചാച്ചുവിൻ്റെ പിന്നാലെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പള്ളിക്ക് കയറാൻ പോയി. അപ്പോൾ നമ്മൾ സിയാറത്തിന് പോകണം. കടകൾ കണ്ടപ്പോൾ അവർ രണ്ടാളും ഇത് അവിടെ പോയി. പിന്നെ വണ്ടി കൊണ്ട് മാറി. അങ്ങനെ നമ്മൾ ഓരോ കടകൾ കണ്ടാൽ എന്തൊക്കെ വേണമെന്ന് തോന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 3 പള്ളികൾക്കാണ് പോയത്. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ പള്ളിയാണ് നമ്മൾ പോകുന്നത്. സിയാറത്തിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ പോയി സിയാറത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ മോതിരം സെലക്ട് ചെയ്യാണ്. ചാച്ചുവിനും കുഞ്ഞാനിക്ക് ഡ്രംസ് എന്തോ വാങ്ങിച്ചു. അത് ഞങ്ങൾ പെണ്ണുങ്ങൾ വേറെ സൈഡ്, ബോയ്സ് വേറെ സൈഡല്ലേ. അപ്പോൾ അവർ വാപ്പാൻ്റെ കൂടെ അപ്പച്ചൻ്റെ കൂടെ പോയിട്ട് അവർ ഡ്രംസ് വാങ്ങിയിട്ട് വന്നു രണ്ടാൾക്കും. അപ്പോൾ അപ്പോഴേക്ക് ഞങ്ങൾ 4 വരുന്നേ ഉള്ളൂ, 5 അപ്പോൾ ഞങ്ങൾക്ക് എനിക്കും വാവച്ചിക്കും ഒരു നമ്മൾ കടലിൽ പോകാൻ വിചാരിച്ചത് കൊണ്ട് ബീച്ചിന് പറ്റിയ ടോയ വാങ്ങിയത്. അപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ വരി കളിക്കണ പോലെ. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ മാലയൊക്കെ നോക്കി. മാലയൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പം മോതിരമാണ് എല്ലാവരും കുറേ വാങ്ങാൻ പറ്റിയത്. പിന്നെ ട്രെൻഡും പിന്നെ ഇപ്പം കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ വാവച്ചി ഇത് അമ്മാനോട് വന്ന് കാട്ടുകയാണ് എന്തൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാനും വാവച്ചി അതുപോലത്തെ ഒരേപോലെ എടുത്തു. പിന്നെ മോതിരം സെലക്ട് ചെയ്യാനാണ് സമയമായത്. അമ്മനിക്ക് ഓതും പറ്റില്ല, അമ്മന് ഇങ്ങനെ അളവ് പറ്റില്ല അങ്ങനെയൊക്കെ നോക്കി നിൽക്കായിരുന്നു. പിന്നെ അവിടെ കുറച്ച് മിഠായിസൊക്കെ കണ്ടു. മിച്ചർ മിഠായി, തേമുട്ടായി വെറൈറ്റി ആയിട്ടൊക്കെ കണ്ടു. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് കഴിച്ചു. അത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അവർ രണ്ടാളുടെ ചണ്ട കൊട്ടൽ തുടങ്ങി. ഞങ്ങൾക്കത് വീട്ടിൽ നിന്ന് ഡ്രംസ് കൊട്ടണം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും കൊണ്ട് കൊട്ടും, ചട്ടിയും പാത്രം എടുത്തിട്ട്. അത് വെക്കാനേ വയ്യായിരുന്നു ആദ്യത്തെ പോയിട്ട്. അതിന് ശേഷം ഇത് അവർ ഇരിപ്പളും. അപ്പോൾ അടുത്തത് നമ്മളൊരു പള്ളിക്ക് പോയിട്ടുണ്ട്. ഈ പള്ളീൻ്റെ പേര് വെളിയങ്കോട് എന്നാണ്. അപ്പോൾ നമ്മളിതാ പള്ളിയിൽ പോയിട്ടുണ്ട്. ഫ്രണ്ട് ഏജ് എന്തോ പണിയായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഷീറ്റ് ഇട്ടത് കൊണ്ട് ഇത്തിരി തണലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എല്ലാവരും ഇതാ വന്നു. അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കയറുകയാണ്. എൻ്റെ തട്ടമൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ പൊട്ടത്തിലുള്ള പോലെ എയർ ബാൻഡ് ഇട്ടിട്ടാണ് ഫ്രണ്ട്സ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നിട്ട് നമ്മളിത് പോവുകയാണ് പള്ളിക്ക്. ഇവിടുത്തെ ആദ്യം സിയാർത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലുള്ള പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ പോയിട്ട് ഇനി സിയാർത്ത് ചെയ്യണം. അപ്പോൾ ഈ ഒരു പള്ളിയിൽ തന്നെ 2 ഭാഗമായിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്കിത് ഇവിടെ സിയാർത്ത് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഉള്ളിൽ കയറിയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷൻ, ആണുങ്ങൾക്ക് വേറെ സെക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ പള്ളീൻ്റെ ഉള്ളിൽ കൂടെ വന്നപ്പോൾ ഇതവിടെ ആദ്യം തന്നെ ഒരു കുളം കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളമൊക്കെ നോക്കി നിന്നു ഫ്രണ്ട്സ്. ഇവിടെ കുറേ ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് നോക്കി, ഞാനും ചാച്ചുമൊക്കെ. അപ്പോൾ വലിയൊരു കുളമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതൊരു പച്ച പായൽ പിടിച്ച പോലെ ഒരു കുളം, പച്ചക്കുളമാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുളവും നോക്കി കുറേ. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടൊക്കെ ഉണ്ട് ഈ പള്ളിക്ക്. പിന്നെ നമ്മൾ ഇങ്ങനെ പാലക്കാട് ടൗണിൽ ഇരുന്നിട്ട് ഇങ്ങനെ പൊന്നാനിയിലത്തെ ഗ്രാമങ്ങളൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ആലത്തൂർ ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഇത്തിരി തണുപ്പൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും, അവിടെ മരങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇവിടെ ഇത്തിരി വെയിലൊക്കെ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് കടൽ പ്രദേശം പോലെയൊക്കെ അല്ലേ. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോൾ ഉച്ച വെയിലായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത വെള്ളം ഉണ്ടായിരുന്നു, ചുടുവെള്ളവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി തണുപ്പിന് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ ഫ്രണ്ട്സ് അവിടെ നിന്ന്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ കയറി. അടുത്തത് ഒരു പള്ളിക്കും കൂടെ നമ്മൾ പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലേക്കാണ്. ബീച്ചിൽ പോയിട്ടാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ കളിയുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ബീച്ചിലൊക്കെ കളിക്കണം എന്നിട്ടാണ് വിചാരിക്കണത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരികയാണ് കേട്ടോ ഫ്രണ്ട്സ്. അടുത്ത പള്ളിക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ കടലാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു ഫുള്ള് കടൽ കണ്ടപ്പോൾ. എന്നതിൽ ഇവിടെ ഇത്തിരി കളിക്കാൻ പറ്റിയിട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾക്ക്. അപ്പോൾ നല്ല അടിപൊളി പള്ളിയായിരുന്നു ഇതും. ഇവിടെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു കളിക്കാനും. അപ്പോൾ ഈ പള്ളീൻ്റെ പേര് മൊനബത്ത് ബീവി എന്നാണ്. അപ്പോൾ ഈ പള്ളിക്ക് നമ്മൾ വന്നു അവസാനം. ലാസ്റ്റ് നമ്മൾ ഈ പള്ളിയാണ് 3ാമത്തെ പള്ളി. അടുത്ത നമ്മൾ അങ്ങനെ ചാവക്കാട് ബീച്ചിലേക്ക് പോകാനാണ് ആദ്യം നമ്മൾ വിചാരിച്ചത്. ഈ പള്ളീൻ്റെ ബീച്ചിൽ തന്നെ കളിക്കാനായിരുന്നു. പിന്നെ ഇവിടെ വെയിലായതുകൊണ്ട് നമ്മൾ പിന്നെ പ്ലാൻ മാറ്റി.
ചാവക്കാട് ബീച്ചിൽ പോകാൻ വിചാരിച്ചു. സ്നേഹതീരം ബീച്ചിലേക്കാണെങ്കിൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ ചാവക്കാട് ബീച്ചിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ചാവക്കാട് ബീച്ചിൽ ഉണ്ടായിരുന്ന അടുത്ത സന്തോഷം കേട്ടോ ഞങ്ങളെ. അപ്പോൾ നമ്മൾ ആനക്കോട്ട കഴിഞ്ഞ് ചാവക്കാട് ബീച്ചും കൂടെയായിരുന്നു ഞങ്ങളുടെ സന്തോഷം. അത് കഴിഞ്ഞിട്ട് വാവച്ചെന്താ ഞങ്ങൾ കഴിക്കാൻ വാങ്ങി അച്ചാർ എടുത്തിട്ട് വന്നിട്ട് മാങ്ങേൻ്റെ ടേസ്റ്റ് മധുരമാണ് പറഞ്ഞിട്ട് അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വാങ്ങി കൊടുക്കായിരുന്നു. അതുകൊണ്ട് ഇവിടെ അടച്ചിരിക്കുകയായിരുന്നു. നമ്മളങ്ങനെ പള്ളിയും കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പച്ചി അവിടെ ഒരു വണ്ടീൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് വാവച്ചിയും അമ്മയും കൂടെ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കൈയൊക്കെ കഴുകാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പളേക്കും ചാച്ചും അപ്പച്ചിയും കൂടെ അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്തിരിക്കണു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഭക്ഷണം കഴിക്കാൻ. ഉച്ച വെയിലത്ത് നടക്കും പിന്നെ ഇങ്ങനെ കളിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മൾ കാറിൽ AC ഉണ്ടായിട്ടും കൂടെ AC ഇടാണ്ട് നമ്മൾ വിൻഡോസൊക്കെ തുറന്നിട്ടാണ് പോയത്. വാവച്ചിയും ചാച്ചും ഛർദ്ദിക്കും പറഞ്ഞിട്ട് ഞങ്ങളെയും കൂടെ ഇടാൻ വേണ്ടിയിടയ്ക്ക് എനിക്ക് ഭ്രാന്ത് പിടിച്ചു AC ഇല്ലാണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ തെങ്ങും തൊപ്പുള്ള സ്ഥലത്താണ് നിർത്തിയത്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ. പിന്നെ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു തോണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വരുമായിരുന്നു. ഇതൊരു കോളനി പോലെയായിരുന്നു കേട്ടോ ഇത്തിരിയും കൂടെ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നു വയറൊക്കെ ഫുള്ളായി ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ അത്ര കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. കുലുക്കം പറഞ്ഞ ഡാൻസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവിധ ഫിറ്റായി ഫ്രണ്ട്സ് അവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അവസാനം ചാവക്കാട് ബീച്ച് എത്തട്ടെ പറഞ്ഞിട്ടാണ്. ഞങ്ങൾ അത്ര ഉറങ്ങിയൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു ട്രിപ്പിൽ. ഞങ്ങൾ ഫുള്ള് പാട്ടും വെച്ച് കളിയായിരുന്നു ഇതിൽ. പിന്നെ നമ്മൾ അടുത്തത് ബീച്ചിൽ പോകണം പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ ഞാനും വാവച്ചിയും കൂടെ കളിപ്പാട്ടമൊക്കെ എടുത്ത് റെഡിയായി നിന്നു. പക്ഷേ ഈ ചൂട്ടത്ത് ആരെങ്കിലും കളിക്കുക പറഞ്ഞിട്ട് ഞാനെയും വാവച്ചിനെയും ചീത്ത പറഞ്ഞു. ചീത്ത പറയുമ്പോൾ അവർക്കും കളിക്കാമെന്നൊക്കെ തോന്നി. പക്ഷേ ഞങ്ങൾ ഈ വെയിലത്തും കളിക്കുക. പിന്നെ ഞങ്ങൾക്കും മനസ്സിലുണ്ടായിരുന്നു. മനസ്സില്ല പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അത് വണ്ടി വെച്ചു. അപ്പോൾ അപ്പച്ചിക്കോ അമ്മനിക്കോ വയ്യ പറഞ്ഞിട്ട് അവിടെ വണ്ടിയിലിരുന്നു. അപ്പോൾ ഞാനും വാപ്പയും ഉമ്മയും കുഞ്ഞാനിയും പിന്നെ മമ്മിയും ചാച്ചും വാവച്ചിയും കൂടെയാണ് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിട്ടൊരു കടയ്ക്ക് പോയത്. ഞാൻ കൊണ്ടയൊക്കെ കെട്ടിയത് എനിക്ക് തന്നെ അറിഞ്ഞില്ല കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ വണ്ടിയിൽ ഇരുന്നപ്പോൾ കുറച്ച് ദൂരം കൂടി ഉണ്ട് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കൊണ്ട കെട്ടിയതേ പോയി. അപ്പോൾ ആദ്യം നമ്മൾ ഐസ്ക്രീം കഴിക്കാനാണ് വന്ന്. പക്ഷേ ഐസ്ക്രീമിൽ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജ്യൂസ് തന്നെ കുടിച്ചു. ജ്യൂസ് എന്തായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല എന്താ കുടിച്ചതെന്ന് പേര്. അപ്പോൾ അങ്ങനെ നമ്മൾ ജ്യൂസ് എല്ലാവരും കുടിച്ചു ഒരേപോലെ. അതിൻ്റെ ഫ്ലേവർ ഓർമ്മയുണ്ട് ബട്ടർ സ്കോച്ചിന്, അല്ലാണ്ട് ജ്യൂസിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കൊണ്ട കെട്ടിയിട്ട് തന്നെ കളിച്ചു വന്നായി അത് നന്നായി. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കൊണ്ട കെട്ടിയത്. കാറിൽ ഞാൻ ചൂട് എടുക്കുന്ന വേണ്ടി കെട്ടിയ കൊണ്ടയാണ്. അപ്പോൾ അതിനിട്ടും ഉണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ വെറുതെ അതിന് വരും. അപ്പോൾ എനിക്ക് മുടി അത്ര കമ്മിയായത് കൊണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളിത് ബീച്ചിൽ എവിടെ പോയി കളിക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. വെയിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അറ്റത്ത് പോയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ആൾക്കാരുണ്ട് പക്ഷെ ഒരുപാട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഫുള്ള് തമിഴ്നാട്ടിലത്തെ ആൾക്കാരായിരുന്നു. അവർ തമിഴ്നാട്ടിലെ ആൾക്കാർ കാറിലോ ഒന്നും അല്ല വന്നിട്ടുള്ളത്. വലിയ വലിയ ബസ്സുകളിലാണ് തമിഴ്നാട്ടിലത്തെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഏരിയ ഫുൾ നിറഞ്ഞു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ കളിക്കുകയാണ്. എനിക്ക് പേടി ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് പേടി ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ വെള്ളം അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ പോകണ പോലെ ഞാനിങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്ന സംശയരോഗി പോലെയാണ് ഞാൻ. അപ്പോൾ ഞാനും ആവശ്യം വേഗം പേര് എഴുതി കളിച്ചു. അപ്പോൾ എൻ്റെ പേര് ഫുള്ള് എഴുതുമ്പോഴേക്കും അത് അവിടെ നിന്ന് വരുന്നതാകുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് ഓടി വന്നു. അപ്പോൾ അതൊന്നും ശരിയായില്ല. ചാച്ചും കുഞ്ഞനെയാണ് നല്ല കളിച്ചത്. അപ്പോൾ അവൻ്റെയൊക്കെ പോക്കറ്റിൽ അവസാനം മണ്ണ്, എൻ്റെ പോക്കറ്റിൽ മണ്ണില്ല പറഞ്ഞിട്ട് ഞാൻ അവസാനം മണ്ണ് വാരി ഇട്ടു കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ പോക്കറ്റിലേക്ക്. ഒരു രസം. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്വിമ്മിംഗ് പൂള് പോലെയാണ് അവിടെ പോയി അറ്റത്തൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാച്ചും കുഞ്ഞനും ഇത്തിരി അടുത്ത് പോയിട്ടൊന്നും കളിച്ചില്ല. ഞങ്ങൾ ഇത്തിരി ദൂരം നിന്നിട്ടൊക്കെ കളിച്ച് കുറച്ച് ഡിസ്റ്റൻസൊക്കെ വിട്ടിട്ട്. അപ്പോൾ കുഞ്ഞാനെന്നെ ഇങ്ങനെ കടൽ വെള്ളം കൊണ്ടുപോകുമ്പോൾ അവനിങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഹാർട്ടും ഒക്കെ വരച്ചിട്ട് ഞങ്ങൾ കളിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കളികൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമല്ല കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ കളിച്ചതൊക്കെ ശരി. അവസാനം നമ്മൾ കളിച്ചതിൽ മണ്ണൊക്കെ ആയിട്ടുണ്ട് നമ്മളെ ഡ്രസ്സിൽ. ഞങ്ങൾ കളിക്കണ കണ്ട വീട് പോലെ ഫ്രണ്ട്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ മണ്ണൊക്കെ കണ്ട് ആരാ ഫ്രണ്ട്സ് കളിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളവും മണ്ണൊക്കെ കണ്ട് ഞങ്ങൾ കുറേ കളിക്കുകയൊക്കെ ചെയ്തു. അവസാനം എനിക്ക് പറ്റാത്തത് ഡ്രസ്സ് മാറ്റലാണ്. ഇവിടെ ഇങ്ങനെ ചളിയും മണ്ണൊക്കെ ആയിട്ട് ഡ്രസ്സ് മാറ്റാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ വേഗം വരാൻ പറഞ്ഞ തമിഴന്മാരൊന്നും ആയതുകൊണ്ട് വരുന്നേ ഇല്ല. അത് മാത്രമേ ഞങ്ങൾക്ക് ആർക്കും പറ്റിയില്ല. പിന്നെ എൻ്റെയും വാവച്ചിൻ്റെയും കുഞ്ഞാനും
അമ്മേൻ്റെയും ചാച്ചുൻ്റെയും മാത്രമേ മാറ്റേണ്ടുള്ളൂ. പിന്നെ ഞങ്ങൾ 4 ആൾ മാത്രമേ ഡ്രസ്സും കൊണ്ടുവന്നുള്ളൂ. വലിയ അമ്മയും മമ്മിയൊന്നും ഡ്രസ്സ് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് അവർക്ക് മാറ്റാൻ ബുദ്ധിമുട്ടായി. അവസാനം അവരും നനഞ്ഞു ഞങ്ങളുടെ കാരണം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ട് അവർ ഞങ്ങളെ പിടിക്കാനും വന്നു. അവസാനം അവർ നനഞ്ഞപ്പോൾ അവരും പിന്നെ കളിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ പേടിച്ച് ഓടി ഫ്രണ്ട്സ്. അവസാനം എനിക്ക് ധൈര്യം വന്നപ്പോഴാണ് അവസാനം പോകാൻ പറഞ്ഞിട്ടായത്. ഞാൻ വാവിച്ച് ഓരോ കോസ്റ്റ്യൂം കാട്ടിയിരിക്കുകയായിരുന്നു. ചെക്കന്മാർ രണ്ടോടെ ഷർട്ട് ഊരിയിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. ചാച്ചു ബാക്കിൽ നിന്ന് പോകച്ചെന്ന് മണ്ണ് വാരി കളയുമായിരുന്നു. ഞാൻ മണ്ണ് വാരി ഇടുകയായിരുന്നു. അപ്പം ഞങ്ങൾ കടലിൽ കളിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്ക് തുടങ്ങിയിട്ട് 5 മണിക്ക് കഴിഞ്ഞു. ബാക്കി 5 മണി തൊട്ട് 5:30 6 മണി വരെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ക്യൂ ആയിരുന്നു. ക്യൂ പറഞ്ഞാൽ ലൈൻ നിൽക്കുകയല്ല, അവിടെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഡ്രസ്സ് മാറാൻ നിന്ന സമയമാണ് ഫ്രണ്ട്സ്. അപ്പോൾ എന്നെയും വാവച്ചിന് ഡ്രസ്സ് മാറ്റിക്കാനാണ് കുറേ സമയമായത്. കുഞ്ഞാനെന്നെ വേഗം ചെയ്തു. ചാച്ചു പിന്നെ ജെൻസിൻ്റെ അവിടെ പോയിട്ട് വാവച്ച് ഞാനാട്ടാ പറഞ്ഞപ്പോൾ കേൾക്കാണ്ട് അവളാത്തി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് കളിച്ചുവിട്ടു. അവിടെ ഒരു പാർക്ക് പോലെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ കളിച്ചു. അവിടെ എന്താ 12 വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ എനിക്കും കളിക്കാൻ പറ്റി. അപ്പോൾ ഞാനും കളിച്ചുവിട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ചാച്ചു വന്നില്ല, അവൻ എന്തൊക്കെയോ പെറുക്കാൻ പോയി. പെറുക്കുക പറഞ്ഞാൽ ഷെല്ല് പട്ടമൊക്കെ എനിക്ക് കുറേ കിട്ടിയിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓടി കളിച്ചു. പിന്നെ ഈ മണ്ണിൽ എനിക്ക് ഓടാനേ കിട്ടില്ല. പിന്നെ എൻ്റെ കാല് വേറെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ മരുന്നൊക്കെ തേക്കണതുകൊണ്ട് ഞാൻ അത്ര ഇതായില്ല. ഞാൻ മെല്ലെ മെല്ലെ നടക്കുകയായിരുന്നു ഉമ്മാൻ്റെ ഒപ്പം. അപ്പോൾ നമ്മളിത് ബോട്ടുകൾ പിന്നെ വന്നിട്ടുണ്ട് ഒരു 6 മണി ആയതുകൊണ്ട്. അപ്പോൾ ഇവർ ചൂടൊക്കെ ആയതുകൊണ്ട് വേഗം കയറ്റി പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ബോട്ട് കയറ്റിയിട്ടുണ്ട്. മീൻ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷേ മീൻ ഇപ്പോൾ അവർ കാട്ടി തരുന്നില്ല. ചിലയിലൊക്കെ കാട്ടി തരുന്നുള്ളൂ. ചിലതൊക്കെ ഫ്രീസറിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചില മീനൊക്കെ നല്ല റേറ്റ് പറയുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ചില മീനൊക്കെ 15,000 20,000 രൂപ വരെയൊക്കെ മീനുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇതിൽ ഞങ്ങൾ യൂട്യൂബറാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്നു. പറയുന്ന വീഡിയോ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആകാംക്ഷ. അപ്പോൾ നമ്മൾ മീനൊന്നും വാങ്ങിച്ചില്ല. മീൻ അത്ര താല്പര്യമുള്ള ആൾക്കാരാണ് ഇല്ല അങ്ങനെയല്ല. ഞങ്ങൾ കഴിക്കും, പക്ഷെ ഒരുപാട് ഇഷ്ടമല്ല കേട്ടോ ഞങ്ങൾക്കാർക്കും. അപ്പോൾ ഇങ്ങനെ കയറ്റണ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത് ബോട്ടുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ കയറ്റിയിട്ട് ഇപ്പോൾ വാങ്ങിച്ച് വിൽക്കുന്ന ആൾക്കാരുടെ മീനുകളാണ്. ഓരോ മീനിനും നല്ല റേറ്റ് ഉണ്ട്. 1000 രൂപയാണ് ഇവിടെ മീൻ വിൽക്കുന്നത്. അപ്പോൾ ഈ മീനൊക്കെ പക്ഷെ കുറേ കിട്ടും, ലാഭമൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലൊരു മഞ്ഞ ഷെയ്ഡുള്ള മീൻ എന്തോ അറേബ്യനിലെ രാജാവാണോ രാജ്ഞി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കണ്ട ഒരു കൊട്ട നിറച്ചുള്ള മീനിനാണ് 1000 രൂപ പറഞ്ഞത്. സംഭവം ലാഭം പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല. വണ്ടിയിൽ മീനാറി പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ പിന്നെ രാത്രിത്തെ പ്ലാൻ കുഴിമന്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മീനും വാങ്ങിച്ചു പോയി ശരിയാവില്ല. എന്തായാലും നമ്മൾ എത്തുമ്പോഴേക്ക് രാത്രിയാവും. ഞങ്ങൾക്ക് കൂടുതലൊന്നും മീൻ ഇഷ്ടമല്ലെങ്കിലും അപ്പച്ചിയാണ് ഇത്തിരി കഴിക്കണത് കേട്ടോ. അപ്പോൾ അപ്പച്ചി കൊടുത്ത കഴിക്കുകയൊക്കെ ചെയ്യും. മീൻ എത്ര വേണമെങ്കിലും കഴിക്കും. അപ്പോൾ അമ്മ വന്നിട്ട് വാപ്പാനയിൽ മീൻ വേണമെന്നേ പറഞ്ഞില്ല. വാപ്പ വേണമെന്നൊക്കെ ചോദിച്ചു. ഉമ്മ വേണ്ട പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് മീൻ അത്ര ഇപ്പോൾ താല്പര്യമുള്ള മൂഡിലാണ് തോന്നുക. അപ്പോൾ ചാച്ചുൻ്റെയും കുഞ്ഞാനെൻ്റെയും ചണ്ടിയും ഡ്രംസൊക്കെ അത് അവർ വണ്ടിയിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ വാവച്ചിൻ്റെയും കൊട്ടയുണ്ടായിരുന്നു ബാസ്ക്കറ്റ്, അതിൽ കളിക്കുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് ഷെല്ല് വറുക്കാൻ വേണ്ടി വന്നു. ഈ ഒരു സമയത്ത് നല്ല രസമായിരുന്നു. പിന്നെ കുഞ്ഞു കറുപ്പ് കാണാതൊക്കെ ബോട്ട് വരികയാണ്. അതൊക്കെ പുലർച്ചയ്ക്ക് പോയ ബോട്ടാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ സന്ധ്യാവാനായി എന്നൊക്കെ പറയുന്നത് കൊണ്ട് അവരിങ്ങനെ വേഗം വരികയാണ്. ചിലപ്പോൾ അവർക്ക് കയറ്റാൻ കിട്ടാണ്ട് വള്ളത്തിൻ്റെ കൂടെ തന്നെ ബോട്ടും പോകുന്നുണ്ട് ഫ്രണ്ട്സ്. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ട്രാക്ടർ വന്നിട്ടായിരുന്നു വലിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു ബോട്ടിലായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ മീൻ കാണാൻ പറ്റിയത്. ഞങ്ങളിങ്ങനെ ഓരോ ബോട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനം ഞങ്ങൾക്ക് കാലൊക്കെ വേദനിച്ചിട്ട് വണ്ടി കയറിയതും കാല് വേദന തുടങ്ങി. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് ഇത് മതി ഫ്രണ്ട്സ് കാല് വേദനിക്കാൻ. അപ്പോൾ ഇതിലവർ കാട്ടിത്തന്നു ഇത് 15,000 20,000 രൂപേൻ്റെ മീനാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇത് അവർ പോയി വാങ്ങണം. പിന്നെ ഇതിൽ ഒരു മീൻ എന്തോ അറേബ്യനത്തെ രാജ്ഞിയാണോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കടലിൽ ആദ്യമായിട്ടാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അത് അവിടെ ബോട്ട് കയറ്റിയാണ് ഒരു ബ്ലൂ യെല്ലോ ഓറഞ്ച് പോലത്തെ. അപ്പോൾ ചില ബോട്ടൊക്കെ തീരുമാനം വരുമ്പോൾ അതിൻ്റെ ഒപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. കയറ്റാൻ പെട്ട പാട് ഞങ്ങൾ തന്നെ കണ്ടു ഫ്രണ്ട്സ്, കണ്ണിൽ മുമ്പിൽ തന്നെ. അപ്പോൾ അവസാനം ഇപ്പോൾ കുറേ മുസ്ലിംസാണ് കേട്ടോ. ആദ്യം വരുമ്പോൾ തമിഴന്മാർ പക്ഷെ ഇപ്പോഴും പോയിട്ടില്ല, നല്ല തിരക്കുണ്ട്. ഫിഷിംഗ് മാനൊക്കെ കന്യാകുമാരിത്തെ ആൾക്കാരാണ്. അവരിവിടെ ഫാമിലി
ഫാമിലിയോടെ കുടുംബത്തോടെയൊക്കെ ഇവിടെ താമസിക്കുകയാണ് പറഞ്ഞു, മീൻപിടുത്തംകാരായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവർ രാവിലെ പുലർച്ചയ്ക്ക് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെ വെച്ചിട്ട്, അപ്പോൾ ആദ്യം അവർ കടലിൽ നിന്ന് കിട്ടുന്ന മീൻ തന്നെയാണ് അവൻ്റെ ഭക്ഷണവും. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റിയൊക്കെ ആ ബോട്ട് ഉണ്ട് പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. ആ ചെറിയ ബോട്ട് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അവർ തന്നെ പറഞ്ഞു. കുറേ ഉപ്പും മുളകും ഒക്കെ ഉണ്ട് പറഞ്ഞു. പിന്നെ അവർ 24 മണിക്കൂറും ഡെയിലി മീനാ ഫ്രണ്ട്സ് തിന്നണത്. അവനെ സമ്മതിക്കണം. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ കൂടുതൽ മീൻ തിന്നു പറഞ്ഞാൽ തന്നെ ഇഷ്ടമല്ലാണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ബോട്ട് കയറ്റി കണ്ടു. നമ്മൾ അപ്പളേനെ കണ്ട ബോട്ടാണ് പിന്നെ ഇറങ്ങിപ്പോയി തിരുമല അടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അവർ ബോട്ടും കയറ്റി ഒരുപാട് ദൂരം പോയില്ല. ഞങ്ങൾക്ക് കാല് വേദന തുടങ്ങി. ഇനി നമ്മളിപ്പോൾ ഇത്രയും ദൂരം വന്നു, ഇത്രയും ദൂരം തിരിച്ചു പോകണ്ടേ പറഞ്ഞിട്ടായിരുന്നു പിന്നീട് ആലോചിച്ചത്. അതുമാത്രമല്ല, ഞങ്ങൾ നേരത്തെ കടലിൽ കളിക്കുമ്പോൾ ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ആ ഡ്രസ്സിനെ കുറിച്ചിട്ടായിരുന്നു ആലോചന. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സിലൊക്കെ തിരുമ്പിയിട്ടും മണൽ സ്റ്റിച്ചിങ് ചെയ്ത അവിടെയൊക്കെയാണ്, ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് ഫ്രണ്ട്സ് തരിമണ്ണുകൾ. അപ്പോൾ അതൊക്കെ കുറേ പാടുപെട്ടു. അപ്പോൾ ഇത് ഈ ഒരു മീനാണ് 20,000 എന്തോ പറഞ്ഞുള്ള മീൻ. അപ്പോൾ ഞങ്ങൾ ആ മീൻ നോക്കി നിന്നു. ഈ മീൻ 20,000 ഉണ്ടോ എന്നിട്ട്. അപ്പോൾ ഞങ്ങൾ അതിശയിച്ച കാര്യം, ഈ മീൻ കൊട്ട നിറച്ച് 500 രൂപയുള്ളൂ പറഞ്ഞു. അപ്പോൾ അപ്പച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചത് കൊണ്ട് അവർ പറഞ്ഞത് വേണോ എന്ന് കുറേ ചോദിച്ചു. പിന്നെ ഞങ്ങൾക്ക് ചില ഇതിലുള്ള മീനുകളൊക്കെ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ഈ മീനുകളൊന്നും ചിലത് കാണാത്ത പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേണ്ട പറഞ്ഞു. അപ്പോൾ 500 രൂപ പറഞ്ഞാൽ നമ്മളിത് വാങ്ങിയിട്ട് അവിടെ കൊണ്ട് വെക്കാനാണ്. വീട്ടിലാണെങ്കിൽ നമ്മൾ രാത്രി എത്തുള്ളൂ. പിന്നെ വണ്ടി ഫുള്ള് നാറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ട പറഞ്ഞു. പിന്നെ മീനിപ്പത്ത് കഴിക്കാനൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാനും കുഞ്ഞാനും ഇതവിടെ അരിച്ച് മണ്ണ് കഷ്ടപ്പെട്ട് ഞാനും വാവച്ച് മണ്ണ് ഇങ്ങനെ പിടിച്ച് പോയി ഫ്രണ്ട്സ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അവസാനം വണ്ടി എത്തിയപ്പോൾ മണ്ണും വേണ്ട പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ബൈ.